ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എന്താണ് അവർ ചെയ്യാൻ പോണത്, അടുത്ത ആക്ഷൻ എന്തായിരിക്കും, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, ഇപ്പോൾ അവരുടെ മനസ്സിലെന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് നിങ്ങളുടെ റീഡിങ്ങിൽ. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണതെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ നിങ്ങളുടെ എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി നിങ്ങളുടെ 2 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി, ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി, ഏസ് ഓഫ് വാൻഡ്സ്. എന്താണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ? കറൻറ്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് 7 ഓഫ് പെൻറ്റിക്കിൾസ്. എന്താണ് പാസ്റ്റിലുണ്ടായേ? പാസ്റ്റിലുണ്ടായത് 3 ഓഫ് വാൻഡ്സ് ആണ്. എന്താണ് നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ്? നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഡെത്ത് എനർജി. ഈ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എംപ്രസ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ എന്താണ്? ഇൻറ്റൻഷനിൽ വന്നിരിക്കണ ജസ്റ്റിസ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ നൈറ്റ് ഓഫ് വാൻഡ്സ്. എന്താണ് ആക്ഷൻ ഇവിടെ നിങ്ങൾ എടുക്കാൻ പോണത്? ആക്ഷൻ നിങ്ങളുടെ 4 ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ സൺ. എന്താണ് ഇവിടെ നിങ്ങളുടെ ഔട്ട്കം? അപ്പോൾ സ്കോർപ്പിയോ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 2 ഓഫ് കപ്സ് ഇവിടെ ലവിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ കുറേ ലവ് കാണുന്നുണ്ട്. ഈക്വൽ ലവ് ആണ് ഇവിടെ, മ്യൂച്വൽ ലവ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പക്ഷേ ചില ബ്ലോക്സ് ഉണ്ട്, ചില ചാലഞ്ചസ് ഉണ്ട് ഡിസംബറിൽ. ഈ ബ്ലോക്സും ചാലഞ്ചസ് എന്താണ്? 2 ഓഫ് സോൾസ്. അപ്പോൾ എന്തോ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ബ്ലോക്കിൻ്റെ കാരണം നിങ്ങളിപ്പോൾ ഷുവർ അല്ല ഇവിടെ ഫ്യൂച്ചർ ഉണ്ടാവുമോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഏസ് ഓഫ് വാൻഡ്സ് ആണ്. അവർ കുറേ പാഷൻ്റെ കൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണേ. ഞാൻ കാണുന്നത് ഇവിടെ കൂടുതലൊരു ഫിസിക്കൽ അട്രാക്ഷനാണ്. ഇമോഷണൽ അട്രാക്ഷൻ അത്ര ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ ഷുവർ അല്ലാത്തത്. എന്താ വെച്ചാൽ ഇവിടെ ഈ പേഴ്സൻ്റെ എനർജിയിൽ കുറേ ഫിസിക്കൽ അട്രാക്ഷൻ ആണ് ഞാൻ കാണുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ കുറേ സ്ലോ മൂവിങ് എനർജി ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ കാര്യങ്ങൾ കുറേ സ്ലോലിയാണ് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഡിസംബർ മാസത്തിൽ കുറേ പ്രോഗ്രസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളോട് അവരുടെ ഫീലിങ്സൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറയാൻ നോക്കും. ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. വെരി സൂൺ ഉണ്ടാവാൻ പോണ ഒരു ഡെവലപ്മെൻറ്റാണ് ഇത്. അത്ര സമയം എടുക്കില്ല ഇപ്പോൾ. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ. ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണോ ഈ സിറ്റുവേഷനിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾ കുറേ രണ്ടാളും ഓക്കെ, 2 ഭാഗത്തിനും ഞാനിവിടെ കാണുന്നത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് എനർജി ആയിരുന്നു. അത് ഫൈനലി ഈ മാസം ഉണ്ടാവും. 3 ഓഫ് വാൻഡ്സ് പാസ്റ്റിലും നിങ്ങൾ നിങ്ങളുടെ എനർജിയിലെ വെയിറ്റിംഗ് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പാസ്റ്റിലും നിങ്ങൾക്ക് ഈ ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റിയില്ല. നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ കുറേ വേറെ സ്ട്രെസ് ഉണ്ടായിരുന്നു. ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടേ അറിയില്ല, കുറേ ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഈ സിറ്റുവേഷനിൽ ചില ബ്ലോക്സ് ഉണ്ടായിരുന്നു, ചില ഡീലേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാസം ഡിസംബറിൽ ഞാൻ കാണുന്നത് കുറേ ഒരു ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഡെത്ത് എനർജിയാണ്. ഡെത്ത് ഇവിടെ സ്കോർപ്പിയോയുടെ തന്നെ എനർജിയാണ്. പക്ഷേ ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയോ തോന്നുന്നുണ്ട് അത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരില്ല. എന്താ വെച്ചാൽ നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ടും അവർ ഒന്നും പറഞ്ഞില്ല. അപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയിരിക്കണോ? ഞാനിവിടെ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. പക്ഷേ ഈ പേഴ്സൺക്ക് അവർക്ക് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്. അവർക്കത് പറയാൻ പറ്റിയില്ല. അവർ നിങ്ങളെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അപ്പോൾ
കുറേ അട്രാക്ഷൻ ഉണ്ട്. എംപ്രസ് എനർജി ഇവിടെ ഫൂൾ എനർജി. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു പുതിയ തുടക്കം വേണം, അവർക്കൊരു ചാൻസ് എടുക്കണം എന്നുണ്ട്. ഇതിൻ്റെ മുമ്പേ അവർക്ക് മേ ബി ഇവിടെ ഒരു ധൈര്യം ഉണ്ടായില്ല നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. വേറെ കാര്യം, ഈ പേഴ്സൺ മാരിഡും ആവാം. ഓക്കെ, ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ടാവാം. മാരിഡ് അല്ല വെച്ചാൽ മേ ബി അവരുടെ ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടും ഇവിടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു തീരുമാനം ആണ് എടുക്കേണ്ടത്, നിങ്ങളും ആ പേഴ്സൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവർ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ ജസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മാരേജ് വേണം. ഓക്കെ, നിങ്ങൾ അതിൽ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ്, ഒരു മാരേജ്, അങ്ങനത്തെ എനർജിയാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ ഈ പേഴ്സണെ ചിലപ്പോൾ മെസ്സേജും ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അങ്ങനെ ആണെച്ചാൽ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് അത് കണ്ടിന്യൂ ആവും. പക്ഷേ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ റെഡിയല്ല. അത് ഇപ്പോഴും നിങ്ങളൊരു സീക്രട്ട് ആയിട്ടാണ് വെക്കണേ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് ഇവിടെ കുറച്ചൊരു ഡൗട്ട്ഫുള്ളാണ്. എന്താ വെച്ചാൽ നൈറ്റ് ഓഫ് വോൺസ് ഒരു പ്ലെയർ എനർജിയാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട് വെച്ചാൽ അവരെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവില്ല. ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പിൽ വെച്ചാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പാണ് കൂടുതലായി കാണുന്നത്. അവരുടെ ഇൻറ്റൻഷനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിലായിരിക്കും, അവർക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പായിരിക്കും വേണ്ടത്. ഇവിടെ ഞാൻ കാണുന്നത് അവർക്കൊരു കുറേ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. എന്താ വെച്ചാൽ അവർക്കൊരു ആക്ഷൻ എടുക്കണം എന്നുണ്ട്, പക്ഷെ അവർ ഷുവർ അല്ല. അപ്പോൾ കുറേ കൺഫ്യൂസ്ഡാണ് ഈ പേഴ്സൺ. അപ്പോൾ ആക്ഷനിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നത് 4 of Cups ആണ്. നിങ്ങളുടെ ഭാഗത്തിന് ഞാൻ കാണുന്നതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അതെന്താ വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യണത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. 3 of Swords, ഇവിടെ ഒരു മൂന്നാമത്തെ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറേ ഹാർട്ട് ബ്രോക്കൺ ആണ്, ഡിസപ്പോയിൻറ്റഡ് ആണ്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് ഈ പേഴ്സൺ നിങ്ങളെ പറഞ്ഞ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും ഇവിടെ, അങ്ങനെയായിരിക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായേ. പക്ഷെ അത് അങ്ങനെ അല്ല ഇപ്പോൾ തൽക്കാലം ഈ മാസം. അപ്പോൾ നിങ്ങൾ കുറേ റിജക്റ്റഡായി ഫീൽ ചെയ്യണു. ഈ പേഴ്സൺ പക്ഷേ കുറേ ക്ലാരിറ്റിയുടെ കൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണേ. കുറേ ഒരു ഹാപ്പിനെസ് ഉണ്ട് അവരുടെ എനർജിയിൽ. അവർക്ക് കുറേ വേറെ ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു പുതിയ തുടക്കം വേണം എന്ന് അവർ ഷുവറാണ്. എന്താണ് ഇവിടെ ഔട്ട്കം? Queen of Cups ആണ് ഔട്ട്കം ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ ലവ് ഉണ്ട്, പക്ഷേ ഇതിലൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ലവാണ്. ഓക്കെ, 6 of Swords, 10 of Pentacles. അപ്പോൾ ഇവിടെ എന്തോ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് കാണാണ്ട്. ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷേ അതിന് കുറേ സമയമെടുക്കും. ഓക്കെ, വീൽ എനർജി ഉണ്ട് ഇവിടെ. 9 of Cups. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ കണക്ട് ചെയ്യണം, ഒരു റിലേഷൻഷിപ്പ് വേണം വെച്ചാൽ അത് ഞാനിവിടെ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറം എന്താ ഉണ്ടാവുക എന്ന് നമ്മൾക്ക് നെക്സ്റ്റ് മന്തേ നമ്മൾക്ക് അറിയുള്ളൂ. എന്താ വെച്ചാൽ ഈ മാസം ഈ പേഴ്സൺ കുറേ ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് എനർജിയിലാണ് അവർ. അപ്പോൾ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതല്ല വെച്ചാൽ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റേബിൾ ഓഫർ തരാൻ പറ്റുന്നുണ്ടാവില്ല. അവരൊരു ഫാമിലി പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലി വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എന്തോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? അപ്പോൾ ഇവിടെ കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇവിടെ മെസ്സേജ് വന്നിരിക്കണേ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. അപ്പോൾ എവിടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇവിടെ ഇൻവോൾവ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. അവരുടെ ഹെൽപ്പ് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ്. അപ്പോൾ ഓണസ്റ്റ്ലി നിങ്ങൾക്ക് ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാനാണ് യൂണിവേഴ്സ് പറയണത്. എല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജും അഡ്വൈസ് വന്നിരിക്കണേ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.